അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബ്, മഹദിയായ ഉമ്മു സുലൈമ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് ഇത്രമാത്രം പദവിയോടെ കടന്നു പോകാ എന്തൊക്കെ സ്വഭാവ ഗുണങ്ങളുണ്ട് നബിയേ, ഒന്ന് പറഞ്ഞു തരുവോ യാ റസൂലല്ലാഹ്? പഠിക്കണം ചെറുപ്പക്കാർ, ഉളയത്തെ പെങ്ങളെ, അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് ആഗ്രഹിക്കുന്നുണ്ടോ? വാപ്പമാരെ, സ്വർഗത്തിലെ കടന്നു പോകാൻ കൊതിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് മദീന പള്ളികൾ തടിച്ചുകൂടിയ ആർത്തിരമ്പി വരും അലകടലിന്റെ അലമാലകളെ പരാജയപ്പെടുത്തുന്ന രീതിയിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സ്വഹാബ, അല്ലാഹുവേ, ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ ഒന്നാമത്തെ സ്വഭാവ ഗുണമെന്തെന്നറിയോ? അല്ലാഹുവേ, നബിതങ്ങൾ പറയുന്നു, ഉറച്ച ഈമാനായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലിമയുണ്ടല്ലോ. നമ്മൾ മുസ്ലിമാണല്ലോ, വാപ്പ മുസ്ലിമായതിന്റെ പേരില്, ഉമ്മ മുസ്ലിമായതിന്റെ പേരില് ഒളയം പള്ളിയുടെ രജിസ്റ്ററില് നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ മുസ്ലിമാണെന്ന് ധരിക്കുന്നവരാ. വേഷം കൊണ്ട് മുസ്ലിമാകൂല, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാ മുസ്ലിമാകേണ്ടത്. അചഞ്ചലമായ വിശ്വാസം നമ്മുടെ കൽബിനകത്തുണ്ടോ? എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സ്വഹാബ, ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സർവ്വസ്വം സമർപ്പിച്ചവരാ. മഹദിയായ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ, എന്റെ പ്രിയമുള്ള വാപ്പാ, ചരിത്രം ഒന്ന് പഠിക്കണം കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയില് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിക്കുമ്പോ മക്കയിൽ പ്രബോധനം തുടങ്ങിയല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ദിവ്യബോധനവുമായി മദീനയിൽ പലരും കടന്നു വന്നു. മദീനയിൽ പലരും വിശ്വാസം കൊണ്ടവരാ. മദീനയിൽ പലരും അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നു. അതിൽപ്പെട്ടവനാണ് ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ. എന്നാലോ മാലിക് ഇബ്നു നദിർ എന്ന് പറയുന്ന ഭർത്താവ് മുസ്ലിമല്ല. മഹദിയായ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ മുസ്ലിമായി. ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നു, പെണ്ണ്, നീ മുസ്ലിമാണെന്ന് ഞാൻ അറിയുകയാ, അതുകൊണ്ട് പെണ്ണേ, നീ മതത്തിൽ നിന്ന് മാറിയില്ലെങ്കിൽ നിന്നെ ഞാൻ ത്വലാഖ് ചൊല്ലുമെന്നാ. നിന്നെ എനിക്ക് വേണ്ടവണ്ട്, നിന്നെ എനിക്ക് വേണ്ട, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയാ എന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയോട് പറയുമ്പോ, അല്ലാഹുവേ, എന്റെ ഉളയത്ത പെങ്ങളെ, മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞതെന്തെന്നറിയോ? നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചാലും, നിങ്ങൾ എന്നെ അവഗണിച്ചാലും, നിങ്ങൾ എന്നെ ഒഴിവാക്കിയാൽ അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബി വ ഇസ്ലാമു ദീനി, എനിക്കെന്റെ ദീനില്ലാതെ ഒന്നും വേണ്ട, എന്റെ ഹബീബില്ലാതെ ഒന്നും വേണ്ട, എന്റെ പരിശുദ്ധമായ മുത്ത് ഹബീബില്ലാത്ത ജീവിതം എനിക്ക് വേണ്ട. ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ അചഞ്ചലമായ വിശ്വാസത്തോടെ ദീനിലേക്ക് കടന്നു വരികയാ. എന്റെ പ്രിയമുള്ളവരെ, കഴിയോ നമുക്ക് കുറച്ച് സമ്പത്ത് വന്നാ, 2 നില വീട് വന്നാ, പോക്കറ്റിൽ കുറച്ച് നാണയത്തുട്ടുകളെ കടന്നു വന്നാ, ഒരു നല്ല വാഹനമെടുത്ത, പിന്നെ പടച്ചവന്റെ പള്ളിയോട് നമുക്ക് അലർജിയാണല്ലോ, അള്ളാന്റെ ദീനിന് നമുക്ക് കുറച്ചിലാണല്ലോ, അള്ളാന്റെ ഖുർആനിന് നമുക്ക് അലർജിയാണല്ലോ. ഇല്ല ഇല്ല, സാമ്പത്തിക നേട്ടം കടന്നു വരും, ദുനിയാവിന്റെ ആർഭാടങ്ങൾക്ക് വേണ്ടി, ആഡംബരങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ ദീനിനെ പുറംകാലുകൊണ്ട് ചവിട്ടിയെറിയുന്നവരെ, മഹദിയായ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടന്നു പോകാൻ കാരണമായ പ്രവർത്തനം എന്തെന്നറിയോ? അത് അല്ലാഹുവിന്റെ ദീനിലുള്ള വിശ്വാസമാ. ഇത് പറയുമ്പോ ഉളയത്തെ ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് ആരോഗ്യം തന്നല്ലോ മോനെ, ആഫിയത്ത് തന്നല്ലോ ചെറുപ്പക്കാരാ. ഇത് പറയുമ്പോ ഒന്ന് മനസ്സ് തുറന്നൊന്ന് കേൾക്കുമോനെ. മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, ആരാണ് മിസ്അബ് എന്നറിയോ? ആരാണ് മിസ്അബ് എന്നറിയണ്ടേ ചെറുപ്പക്കാരാ? വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചു പോയ സ്വഹാബിയാ. അല്ലാഹുവേ, ആയുസ്സിൽ ഒരിക്കലെങ്ങാനും ധരിച്ച വസ്ത്രമുണ്ടല്ലോ, ഈ 2025 മെയ് മാസം 2-ാം തീയതി മിസ്അബ് തങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ അന്ന് ധരിച്ചിരുന്ന വസ്ത്രമുണ്ടല്ലോ,
പിന്നെ ആയുസ്സിൽ ആ ഉടുപ്പ് ധരിക്കൂല. ഒരുടുപ്പ് ആയുസ് ഒരിക്കൽ മാത്രമേ ധരിക്കൂ. മാത്രമല്ല, മഹാനായ മിസ്അബ് തങ്ങൾ അടിക്കുന്ന അത്തറുണ്ടല്ലോ, സുഗന്ധമുണ്ടല്ലോ, കിലോമീറ്ററുകളോളം അകലത്തിൽ അടിച്ചു വീശുമെന്ന അത്രമാത്ര സമ്പന്നതയുടെ കൊടുമുടിയിലാണ് മിസ്അബ് തങ്ങൾ ജനിച്ചു വീഴുന്നത്. അങ്ങനെ ജനിക്കുമ്പോ വളരുക, ഒരു യുവാവായി ജീവിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയില് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തുൽ തൗഹീദുമായി കടന്നു വരുന്നത്. മിസ്അബ് തങ്ങൾ കടന്നു ചെല്ലുകയാ. എന്നിട്ട് പറയുന്നു, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കുകയാ. വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. മഹാനായ മിസ്അബ് തങ്ങളുടെ ഉമ്മയുണ്ടല്ലോ, മക്കയുടെ കോടീശ്വരിയാ, ലക്ഷോപലക്ഷം ആസ്തിയുള്ള സ്ത്രീയാണ്. അത് മാത്രമല്ല, ഒരുപാട് ജോലിക്കാരുള്ള, ഈത്തപ്പനത്തോട്ടങ്ങളുള്ള, അടിമകളുള്ള വലിയ കോടീശ്വരിയാ. മഹാനായ മിസ്അബ് തങ്ങൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ, ഉമ്മ ചോദിച്ചു, മിസ്അബേ, ഇസ്ലാം എന്ന മതത്തിലേക്ക് നീ കടന്നുപോയി എന്ന് ഞങ്ങൾ കേട്ടല്ലോ, അത് അബദ്ധമായി ഞാൻ കണക്കാക്കുകയാ. മടങ്ങി വരാൻ മനസ്സുണ്ടോ മിസ്അബേ? മിസ്അബ് തങ്ങൾ പറയുന്നു, ഇല്ല 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 ഉമ്മ, നിങ്ങൾ എന്നോടൊന്നും തോന്നല്ല, അള്ളാന്റെ മതത്തിൽ നിന്ന് ഞാൻ മാറൂല. ഉമ്മ പറയുന്നു, മിസ്അബേ, നീ ഇസ്ലാമിൽ നിന്ന് കടന്നു വന്നില്ലെങ്കിൽ ഞാനൊരു ഭക്ഷണവും കഴിക്കൂല, പട്ടിണി കിടക്കും മോനെ എന്ന് പറയുമ്പോ മിസ്അബ് തങ്ങൾ പറയുന്നു, ഉമ്മ, ഒരു 100 ആയുസ് അല്ലാഹു നിങ്ങൾക്ക് തരികയാ. എന്നിട്ട് ഓരോ തവണ മരിക്കുന്നതെന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുകയാ. എന്നാലും വല്ലാഹി 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 മിസ്അബ് തങ്ങൾ മതത്തിൽ നിന്ന് പുറത്തു പോകൂല എന്ന് പറയുമ്പോ മിസ്അബ് തങ്ങളോട് ഉമ്മ പറയുന്നു, മോനെ മിസ്അബേ, ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേ? മക്കയുടെ കോടീശ്വരിയാ. എത്രയോ കോടിക്കണക്കിന് ദിനാറുകൾ എനിക്കുണ്ട്, എത്രയോ ആസ്തികൾ എനിക്കുണ്ട്. ഒരൊറ്റ രൂപ പോലും ഞാൻ നിനക്ക് തരൂലടാ, ഇസ്ലാമിൽ നിന്ന് മാറിയില്ലെങ്കിൽ. ഇത് പറയുമ്പോ ചെറുപ്പക്കാരാ, ഇന്നൊരൽപ്പം കള്ളിന് വേണ്ടി, ഒരു തൊലിവെളുപ്പുള്ള പെണ്ണിന് വേണ്ടി മാതാപിതാക്കളെ പുറം കാല കൊണ്ട് ചവിട്ടി എറിയുന്ന യുവത്വമേ, ഇന്നലെ കണ്ട് ചിരിച്ചു കാണിച്ചവന്റെ കൂടെ 10 മാസം ചുമന്ന ഉമ്മയെ പുറം കാല കൊണ്ട് ചവിട്ടി എറിഞ്ഞ് സമുദായത്തെ പറയിപ്പിക്കാൻ ഇറങ്ങിപ്പോകുന്ന ഈ ഒളയത്തിന്റെ പരിസരത്തുള്ള പെങ്ങളെ, നിന്നെപ്പോലെ തലച്ചോറുള്ള, നിന്നെപ്പോലെ മജ്ജയുള്ള, നിന്നെപ്പോലെ മാംസമുള്ള മഹാനായ മിസ്അബ് തങ്ങളുടെ ചരിത്രമൊന്ന് പഠിക്കുമോരെ. എന്തിനാണ് ചരിത്രം പഠിക്കുക? അത് ഗുണപാഠം ഉൾക്കൊള്ളാനാ. മിസ്അബ് തങ്ങൾ പറയുന്ന, ഉമ്മ, നിങ്ങൾ ലക്ഷോപലക്ഷം വരുന്ന സമ്പത്ത് വലിച്ചു നീട്ടുകയാ, ഒന്ന് കണ്ണടക്കുവോ? നിങ്ങളൊന്ന് കണ്ണടക്കുവോ? മിസ്അബ് തങ്ങളെ മുന്നിൽ ഉമ്മ കണ്ണടക്കുമ്പോ മിസ്അബ് തങ്ങൾ ധരിച്ചിരുന്ന കുപ്പായം അഴിച്ചെടുക്കുകയാ. എന്നിട്ടൊരു ടേബിളിന്റെ മുകളിൽ വെക്കുകയാ. എന്നിട്ട് പറയുന്നു, ഉമ്മ, ഞാൻ ധരിച്ചിരുന്ന വസ്ത്രമുണ്ടല്ലോ, അത് നിങ്ങൾ തന്ന സമ്പത്ത് കൊണ്ടാ, അതെനിക്ക് വേണ്ട ഉമ്മ. റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയാ. ഉമ്മ, എനിക്കെന്റെ ദീൻ മതിയുമ്മ, എനിക്കെന്റെ ഹബീബ് മതിയുമ്മ, എനിക്കെന്റെ റസൂല് മതിയുമ്മ എന്ന് മിസ്അബ് തങ്ങൾ പറഞ്ഞെങ്കിൽ ഇന്ന് ദുനിയാവിന്റെ തൊലിപ്പുറത്ത് ജീവിക്കുമ്പോ, കുറച്ച് സാമ്പത്തിക ശേഷി കടന്നു വരുമ്പോ അല്ലാഹനെ മറക്കുന്ന യുവത്വമേ, അല്ലാഹനെ മറക്കുന്ന മുസ്ലിമേ, എവിടെയാ നമുക്ക് വിശ്വാസത്തിന്റെ മാധുര്യമുള്ളത്? എവിടെയാ നമ്മുടെ കൽബിൽ ഈമാനുള്ളത്? ദിനം 5 നേരം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പുറംകാല കൊണ്ട് ചവിട്ടി എറിഞ്ഞുകൊണ്ട് അഹങ്കാരത്തോടെ ആർഭാടത്തോടെ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് ജീവിക്കുമ്പോ ചിന്തിക്കണേ വാപ്പാ, അസ്റായീല് കടന്നു വരൂലേ? മഹദിയായ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ സ്വർഗത്തിലെ കടന്നു പോകാൻ കാരണമായ പ്രവർത്തനം എന്തെന്നറിയോ? ഒന്നാമത്തെ സ്വഭാവ ഗുണം അചഞ്ചലമായ ഈമാനാ, അചഞ്ചലമായ വിശ്വാസമാ. ഒരൊറ്റ വഖത്ത് പോലും മുടങ്ങാതെ കൃത്യമായി നമസ്കരിക്കുന്ന മഹദിയായ ഉമ്മു
സുലൈം റളിയല്ലാഹു അൻഹയുടെ ഈമാൻ നമുക്കുണ്ടോ? അതിന്റെ 100-ൽ അംശം നമുക്കുണ്ടോ വാപ്പാ? എവിടെയാണ് നമുക്ക് ഈമാനുള്ളത്? ഇന്ന് എത്ര പേരാ സുബഹി നമസ്കരിച്ചത്? നമ്മിൽ എത്ര പേരാ ളുഹർ നമസ്കരിച്ചത്? നമ്മിൽ എത്ര പേരാ അസ്ർ നമസ്കരിച്ചത്? എത്ര പേരാ മഗ്രിബ് നമസ്കരിച്ചത്? ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് ഈ വളയത്തിന്റെ ചരിത്രം എന്നെക്കാൾ നിങ്ങൾക്കറിയുമല്ലോ. 2 നില വീട്ടിൽ താമസിച്ചവരെവിടെ? നല്ല വാഹനത്തിൽ കറങ്ങിയവരെവിടെ? ഉടയാത്ത വസ്ത്രം ധരിച്ചവരെവിടെ? അവരൊക്കെ ഇന്ന് 6 അടി മണ്ണിലാണ്. ഒരുപാട് അമ്പിയാക്കൾ, അതിലേറെ ഔലിയാക്കൾ, അവരെല്ലാം മൗത്തായില്ലേ? ആഴം കബറിലല്ലേ? ജല്ല ജലാലമല്ലാഹ്, ജയം നിന്നിൽ മാത്രമല്ലാഹ്, ജനനം നിൻ ഖുദ്റത്തല്ലേ? ജനിച്ചാൽ മരണമില്ലേ? ഒരുപാട് അമ്പിയാക്കന്മാര് വന്നുപോയോ? ഒരുപാട് ഔലിയാക്കന്മാര് വന്നുപോയോ? ഒരുപാട് സ്വാലിഹീങ്ങൾ വന്നുപോയ ദുനിയാവാ വാപ്പാ. കാലാകാലം ഈ ദുനിയാവിൽ ജീവിക്കുമെന്ന ചിന്ത നമുക്കുണ്ടോ? ഇല്ല ഇല്ല. എപ്പോഴാണ് അസ്റായീൽ കടന്നു വരികയെന്നറിയില്ല. അതുകൊണ്ട് പരിശുദ്ധമായ ഈ ഉളയം ഉറൂസിന്റെ ഇൽമിന്റെ സദസ്സില് പർവ്വത സമാനമായ പ്രതിഫലം അല്ലാഹു വാരിക്കോരുന്ന സദസ്സാ. പരിശുദ്ധമായ ദുൽഖഅദിന്റെ പുണ്യമായ രാവിരവുകളാ. ആയിരക്കണക്കാന മാലാഖമാരുടെ സാന്നിധ്യം അരുളുന്ന സദസ്സാ. ഇവിടെ ഇരുന്ന് തീരുമാനമെടുക്കണം വാപ്പാ. ഇവിടെ ഇടുന്ന മനസ്സിലൊരു തീരുമാനമെടുക്കണം ഉമ്മ. അല്ലാഹുവേ, നീ എത്ര ആർഭാടം തന്നാലും, നീ എത്ര ഉന്നമനം തന്നാലും, അല്ലാഹുവേ നിന്റെ ദീനിന്റെ വിധിവിലക്കുകള്, അല്ലാഹുവേ നിന്റെ ദീനിൽ നിന്ന് ഞാൻ വ്യതിചലിക്കൂല അല്ലാ. ഒരൊറ്റ വഖത്ത് പോലും ഞാൻ മുടക്കൂല അല്ലാ. നിന്നെ മതിമറന്നൊരു ജീവിതം ഞാൻ ജീവിക്കൂല എന്നൊരു തീരുമാനമെടുക്കുക. അല്ലാഹുവേ, ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹയുടെ ഈമാന്റെ പകുതിയെങ്കിലും നല്ല 100-ൽ ഒരു അംശമെങ്ങാനും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടോ? അല്ലാഹുവേ, അങ്ങനെ ഒരു തീരുമാനമെടുത്ത ഈ ഉളയത്തിന്റെ പരിസരത്ത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന വാപ്പമാര് ചിന്തിക്കുകയാ. ഇൻഷാ അല്ലാ ഉസ്താദേ, നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോഴാണ് മനസ്സിൽ വല്ലാത്ത ഭയപ്പാട് കടന്നു വരിക. എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ കഴിയില്ല. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവർ മരിച്ചിട്ടില്ലേ? നമ്മളെക്കാൾ ആരോഗ്യമുള്ളവർ മരിച്ചിട്ടില്ലേ? 2-3 ദിവസം മുമ്പല്ലേ കാസർഗോഡ് ജില്ലയില് വിദ്യാനഗറിന്റെ പരിസരത്ത് 8 വയസ്സുള്ള അല്ലാഹുവേ ഹുസൈൻ ഷഹബാസ് എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ ഉമ്മജബാ ചക്ക വെട്ടിക്കൊണ്ടിരിക്കുമ്പോ ആ ചക്കയുടെ പിച്ചാത്തിയിലേക്ക് കത്തിയിലേക്ക് കാല് വഴുതി വീണുപോയ 8 വയസ്സുകാരൻ ദാരുണാന്ത്യം ഭരിച്ചത് നമ്മുടെ പരിസരത്താണല്ലോ. 8 വയസ്സല്ലേ പ്രായമായിട്ടുള്ളൂ. ഉമ്മാന്റെ മുന്നിലല്ലേ പൊന്നുമോനെ കഴുത്തറ്റ് പിടഞ്ഞു വീണത്. അല്ലാഹുവേ, ആ കുടുംബത്തിന് നീ സഹനത കൊടുക്കണേ അല്ലാ. നീ ക്ഷമ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും മക്കളുണ്ട് റബ്ബേ, ഞങ്ങൾക്കും ചെറുമക്കളുണ്ട്, പേരക്കിടാങ്ങളുണ്ട്. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അതുകൊണ്ട് വാപ്പമാര് ഇന്ന് മുതൽ തീരുമാനമെടുക്കുകയാണ്. മഹദിയായ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ സ്വർഗ്ഗത്തിലെ കടന്നുപോയ ഒന്നാമത്തെ സ്വഭാവ ഗുണം അചഞ്ചലമായ ഈമാനാണെങ്കിൽ, വിശ്വാസമാണെങ്കിൽ, അത് നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് കൊണ്ടുവന്ന അത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം കേൾക്കണോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സ്വഹാബാ, ഈ ഉളയത്തിന്റെ പരിസരത്ത് ഇന്ന് മുതൽ ഉമ്മമാര് തീരുമാനമെടുക്കുകയാ, വാപ്പമാര് തീരുമാനമെടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ പോയ സ്വർഗ്ഗത്തിൽ എനിക്കും പോകണമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ മനസ്സുവെച്ച നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാ. കടന്നു വരുമ്പോ മരണവേദന നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാ. കടന്നു വരുമ്പോ അല്ലാഹുവേ, മുത്തുനബി തങ്ങൾ പോലും പറഞ്ഞില്ല, ആയിഷ
ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയുന്നില്ല ആയിഷ. ഇതാരാ വാപ്പാ പറഞ്ഞത്? എന്നെയും നിങ്ങളെയും പോലെയുള്ളവരല്ല, ലോകത്തിനെ തന്നെ പടക്കാൻ കാരണക്കാരനായ, തമാശക്ക് പോലും ഒരു കളവ് പറയാത്ത, ജീവിതത്തിൽ ഒരു ഹറാമിനെ പറ്റി പോലും ചിന്തിക്കാത്ത മുത്തുനബി തങ്ങൾക്ക് മരണവേദന സഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെയും നിങ്ങളുടെ അവസ്ഥ എന്താ? ആ സമയത്ത് വളയത്തിന്റെ വീടിനകത്തളത്ത് മരണവെപ്രാളത്തിൽ കിടക്കുമ്പോ, നമ്മൾ നിലവിളിക്കുമ്പോ അസ്റായീൽ പറയുന്നൊരു വാക്കുണ്ട്. വളയത്തിന്റെ വാപ്പയോട് ആരാ പറഞ്ഞു തരുന്നത്? ഉമ്മമാരോട് ആരാ പറഞ്ഞു തരുന്നത് എന്നറിയോ? അസ്റായീൽ പറയുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അല്ലാഹുവേ, ഖുർആൻ പറയുന്നു, വാപ്പാ അല്ലാ തഖാഫു വലാ തഹ്സനു, അല്ലാ തഖാഫു വലാ തഹ്സനു. വളയത്തെ വാപ്പാ, നിങ്ങൾ കരയാനുള്ളവരല്ല. ഉമ്മമാരെ, നിങ്ങൾ ുള്ളവരല്ല. പിന്നെയോ വഅബ്ശിറൂ ബിൽ ജന്ന, സ്വർഗ്ഗം കണ്ടു മരിക്കാൻ നിങ്ങൾക്ക് അല്ലാഹു ഭാഗ്യം തരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ മുത്തനബി തങ്ങൾ പറയുന്നു, മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആലയുടെ കൽബിലുണ്ടായിരുന്ന ഈമാന്റെ ഒരു അണുമണി തൂക്കം നമ്മുടെ കൽബിലുണ്ടോ? നമുക്ക് കിട്ടുന്ന പ്രതിഫലം ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ കൂടെ സ്വർഗ്ഗത്തിൽ പോകാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് അങ്ങനെ പോകാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. എന്ത് വേണം? കൽബിൽ ഈമാൻ ഉണ്ടാകണം, കൃത്യമായി നമ്മൾ നമസ്കരിക്കുന്നവരാകണം. അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തങ്ങൾ പറയുന്നു, നബിയെ, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു സ്വഭാവ ഗുണം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ സ്വഭാവ ഗുണത്തിൽ പെട്ടതാണ്, ഈമാനിൽ പെട്ടതായിരുന്നു, ബാങ്കിന് മുമ്പ് നിസ്കാരത്തെ പ്രതീക്ഷിക്കാം. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കൂലേ? പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ആ പരിശുദ്ധമായ നിസ്കാരപ്പായയിൽ മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല ബാങ്കിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സ്വഭാവം മഹദിക്കുണ്ടായിരുന്നതായി എനിക്കറിയാമെന്ന് മഹദിയായ ആയിഷ സിദ്ദീഖ നബിതങ്ങൾ പറഞ്ഞപ്പോ പുഞ്ചിരിയോടെ നബിതങ്ങൾ പറഞ്ഞു, ആ ഒരു സ്വഭാവ ഗുണം ഈ ഉളയത്തുള്ള വാപ്പമാർക്കുണ്ടെങ്കിൽ, ഈ ഉളയത്തുള്ള ഉമ്മമാർക്കുണ്ടെങ്കിൽ, ബാങ്കിന് മുമ്പ് നമസ്കാരത്തെ പ്രതീക്ഷിച്ചാൽ ഉറപ്പായും നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. മഗ്രിബിന് നമ്മൾ മഗ്രിബിന് പള്ളിയിൽ എന്ത് ചെയ്യും? ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ വരൂലേ? 10 മിനിറ്റ് മുമ്പ് നമ്മൾ വരും. അതുപോലെ ചിലപ്പോൾ ഇശാക്ക് നമ്മൾ മഗ്രിബ് കഴിഞ്ഞാൽ ഇശാ വരെ ഇവിടെ ഉണ്ടാവും. സുബൈക്കില്ല, ലുഹറിനില്ല, അസറിനില്ല. തോന്നുമ്പം പോരാ, 5 വഖത്ത് നമസ്കാരത്തിന് ബാങ്കിന് ഒരു 5 മിനിറ്റ് മുമ്പ് പള്ളിയിൽ വാപ്പമാരെ ബാങ്കിനെ പ്രതീക്ഷിച്ചിരുന്നാൽ മരണവേദന അറിയില്ല. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയോടൊപ്പം സ്വർഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉമ്മമാരെ, പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് ഒന്ന് ആ നിസ്കാരപ്പയിലേക്കൊന്നിരുന്നാൽ, സുബൈക്ക് നമ്മൾ എന്തായാലും എഴുന്നേക്കും, നമ്മൾ എഴുന്നേക്കും. ആ സുബൈക്ക് ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മളൊന്ന് എഴുന്നേൽക്കണം. ഒരു നിസ്കാരമുണ്ട്, തഹജ്ജുദ് എന്നാണ് അതിന്റെ പേര്. അറിയോ? കേട്ടിട്ടുണ്ടോ? സുബൈയുടെ ബാങ്ക് കേൾക്കാറുണ്ടോ? സുബ്ഹാനല്ലാഹ്, സുബൈയുടെ ബാങ്ക് കേൾക്കാറുണ്ടോ? ആകെ സുബൈയുടെ ബാങ്ക് എപ്പോഴാ കേൾക്കണേ? റമളാനിലാണ്. ഹൈക്കമാൻഡുമായി പിടിപാടുള്ള സമയമാണ്, കേന്ദ്ര ഗവൺമെന്റുമായി ഏറ്റവും കൂടുതൽ പിടിപാട് വരുന്ന സമയമാണ് സുബൈയുടെ സമയം, അല്ലേ? ഇപ്പൊ തണുപ്പ് സീസൺ ഉണ്ടായിട്ട് പിന്നെ പറയാനും വേണ്ട. പള്ളിയിലും മദ്രസയിലൊക്കെ പോകണമെങ്കിൽ, പിന്നെ മദ്രസ തുറന്നതുകൊണ്ട് നമ്മളൊരു അലാറം കേട്ട് എണീക്കണേ. വാപ്പന്മാരിങ്ങനെ കിടക്കും. രാവിലെ 6:30 മണിക്കാണ് മദ്രസ. 6:30 മണിക്കാണ് മദ്രസ. ആ മദ്രസയിൽ ഉമ്മമാര് ഒരു 6:25 അലാറം വെക്കും. 6:30 മദ്രസയ്ക്ക് 6:25 അലാറം വെച്ചിട്ട് എഴുന്നേക്കൂല. കിടന്നിങ്ങനെ തപ്പും, പടച്ചാൻ ഇവിടെ ഒരു സാധനം കിടന്നല്ലോ, അപ്പൊ എവിടെയാ നമ്മുടെ മക്കളെ? നമ്മുടെ ഉമ്മ തട്ടി എഴുന്നേക്കടാ, പള്ളിയിൽ പോടാ, ഓത്തുപള്ളിയിൽ പോടാ, എഴുന്നേക്കടാ. ഇതാണ് അലാറം. ആ ഉമ്മ നേരത്തെ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കി മക്കളെ തട്ടി എഴുന്നേപ്പിക്കണം. നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കണ്ടേ? സുബൈയുടെ വാങ്ങ് നമ്മൾ പലരും കേൾക്കാറ്. ഇവിടെ പറയണം, ഉസ്താദേ കച്ചവടമൊക്കെ പോക്ക, നിങ്ങളൊന്ന് ദുആ ഇറക്കണം കേട്ടാ, ബറക്കത്തില്ല. എന്തേ ബറക്കത്തില്ലാത്ത? സുബൈയുടെ സമയം ബറക്കത്തിറങ്ങണ സമയം, അപ്പോഴും നമ്മൾ ഉറങ്ങാം, അല്ലേ? ഈ പരിസരത്ത് അമ്പലമുണ്ടോ? അല്ലേ? ആ, അമ്പലമുണ്ട്. അവിടെ രാവിലെ നമുക്ക് കേൾക്കാം, കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ ഉദ്ദിഷ്ട നരശാർദുല കർത്തവ്യം ദൈവമാന്തിതം ഉദ്ദിഷ്ടോദിഷ്ട ഗരുഡധ്വജ കമലധ്വജ കമലാകാന്ത ത്രൈലോക്യം മംഗളം ഗുരു. ഇതിൽ നമ്മൾ പലരും കേട്ടിട്ടുണ്ട്. ഇത്
പക്ഷെ അസ്സലാത്ത് ഖൈറൻ മിനന്ന ഒന്ന് തൊണ്ട പൊട്ടി മുഅദ്ദിൻ ഉസ്താദ് വിളിക്കുമ്പോൾ അത് ഖത്തീബ് ഉസ്താദ് മുഅദ്ദിൻ ഉസ്താദ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ എന്തിനാ ഒരൊറ്റ ഉറക്കാണ്. നമ്മൾ സുബഹി കേൾക്കൂല, നമ്മൾ കേൾക്കൂല. മഗ്രിബിന്റെ സമയത്തോ നമുക്കൊരു തലമുറയുണ്ടായിരുന്നു. മഗ്രിബിന്റെ സമയമാകുമ്പോൾ വല്യുപ്പന്മാർ വിളിക്കടാ മഗ്രിബിന്റെ സമയമായി വന്നേ, അങ്ങനല്ലേ നമ്മളെ മുറ്റത്ത് വിളിച്ചിരുത്തി, അന്നത്തെ കോലായി വിളിച്ചിരുത്തി അല്ലാ തീരോ പേരും തുതിയും സോലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ആലം ഉടയവൻ ഏകല്ലാരുളാലേ ആയേ മുഹമ്മദാവർ ഇളയാണോവർ. ഇത് പാടി തന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എത്ര മക്കൾക്ക് ഇതറിയാം, എത്ര മക്കൾക്ക് സ്വലാത്തുല അറിയാം. ആകെ മക്കൾക്ക് കാടനും വേടനും, വേടന്റെ പാട്ടുകളൊക്കെ അറിയാവുള്ളൂ, ഉണ്ടാൻ പറ്റില്ല. മക്കൾക്ക് ആകെ അറിയാവുന്ന കാടനും വേടനും കരിമ്പുലിയൊക്കെയാ, അറിയില്ല. നശിച്ചു പോയി നമ്മുടെ സമുദായം. എങ്കിൽ ഹൈന്ദവ സഹോദരങ്ങളെ കണ്ടുപിടിക്കും. നല്ലവരാ ഹൈന്ദവ സഹോദരങ്ങൾ, വർഗീയതകളല്ല, നല്ല മുസ്ലിമിനെ സ്നേഹിക്കുന്ന ഹൈന്ദവത്തിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസികളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. അവർ സന്ധ്യാസമയമാകുമ്പോൾ തുളസിത്തറയിൽ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സ്വഭാവ ഗുണങ്ങളാണ്. അവരിങ്ങനെ സന്ധ്യാസമയത്ത് സന്ധ്യാദീപം കൊളുത്തിയിട്ട് രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം കൃത്യമായി ചൊല്ലും. നമ്മൾ ആ സമയത്ത് തോണ്ടുക. നമ്മൾ ആ സമയത്ത് പണ്ടത്തെ വല്യമ്മമാര് വെറ്റയിൽ ചുണ്ണാമ്പ് തേക്കുമ്പോൾ തോണ്ടി എറിയാണ്. സമയമില്ല നമുക്ക്. വാപ്പ മരിക്കാൻ കിടന്നാൽ റീൽസിനാ നമുക്ക് ഓട്ടം. പള്ളിയിൽ വെള്ളിയാഴ്ച ഉസ്താദ് മോദിൻ ഉസ്താദ് വാളെടുക്കുന്നവരെ കാത്തു നിൽക്കും. അപ്പോഴും വെളിയിൽ തോണ്ടിക്കൊണ്ടിരിക്കുക. ഉസ്താദ് 4 ഖലീഫമാര് പേര് പറയുന്നുണ്ടോ എന്ന് ഇങ്ങനെ കേട്ടു വെക്കും. അത് പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. അബൂബക്കർ തങ്ങളെ പേര് വിളിക്കുമ്പോൾ ഫോൺ ഒറ്റ ഓട്ടാണ്, ഒറ്റ. അതുവരെ പള്ളിയിലെ മുറ്റത്തുണ്ടാകും, കേറൂല, തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം വരെ. എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ ഖുതുബത്ത്, രണ്ടാമത്തെ ഖുതുബത്ത്, ഇവിടെ ഉള്ളവരെ കുറിച്ചല്ല കേട്ടോ, രണ്ടാമത്തെ ഖുതുബത്ത് തീരാറായി എന്ന് കേൾക്കുമ്പോൾ ഓടി വന്ന തവള വെള്ളത്തിൽ ചാടുമ്പോൾ ഒരൊറ്റ ചാട്ടാണ് ഹൗദിൽ. കൈ നനഞ്ഞെങ്കിലായി, തല നനഞ്ഞെങ്കിലായി, നേരെ വരാണ്. അള്ളാഹു നമുക്ക് ഈമാൻ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ തന്നില്ലേ. നമ്മുടെ ഈമാൻ എവിടെ? ചിന്തിക്ക്. നബി തങ്ങൾ പറഞ്ഞു സയഅതി സമാനുന ഉമ്മത്തി, അവസാനം ഒരു സമുദായം കടന്നു വരും. നബി തങ്ങൾ പറഞ്ഞു അവർ അള്ളാഹിനെ മറന്നു പോകുന്ന ഒരു സമുദായമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബി തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ പടച്ചവനെ മറക്കുന്ന ഒരു സമുദായം വരുമോ? നബി തങ്ങൾ പറഞ്ഞു കടന്നു വരും. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു ആ സമുദായത്തിൽ 2 പരീക്ഷണങ്ങളെ അള്ളാഹ് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പഠിച്ചോ. 14 മുമ്പ് മദീന പള്ളിയിൽ മുത്ത് നബി തങ്ങൾ പറഞ്ഞു അള്ളാനെ മറന്നു പോകുന്ന ഒരു സമുദായം കടന്നു വരും. ആ സമുദായം കടന്നു വന്നാൽ 2 പരീക്ഷണത്തിന്റെ തീച്ചൂളയിലേക്ക് അവർ അല്ലാഹു വലിച്ചെറിയപ്പെടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ പരീക്ഷണം മരുന്നില്ലാത്ത രോഗങ്ങളെ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇന്ന് 10 പേരിൽ ഒരു ക്യാൻസർ രോഗികളാ. ഈ ഒളയത്തിന്റെ പരിസരത്ത് പരിശോധിച്ച് നോക്കിയേ. പണ്ടൊക്കെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പേടിയാ. ഇന്ന് 10 പേരിൽ ഒരാൾക്ക് ക്യാൻസർ സ്ഥിരീകരിക്കപ്പെടുകയാണ്, മരുന്ന് കണ്ടുപിടിക്കപ്പെടുന്നു. ശാസ്ത്രം ചൊവ്വയിലും ചന്ദ്രനിലും ഒക്കെ പോയി താമസിക്കാണ്, മരുന്ന് കണ്ടുപിടിക്കപ്പെടുന്നില്ല. എത്രയോ രോഗികളാണ് ക്യാൻസർ ബാധിച്ച് മരണപ്പെടുക. അല്ലാഹു മരിക്കുന്നത് വരെ ക്യാൻസർ എന്ന രോഗത്തെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്രയോ രോഗികൾ. രണ്ടാമത് നബി തങ്ങൾ പറഞ്ഞു ഒന്നാമതും മരുന്നില്ലാത്ത രോഗമാണ് എങ്കിൽ മുത്തുനബി തങ്ങൾ പറഞ്ഞു 2 അവരെ ഭയപ്പെടുത്തുന്ന, അവർക്ക് വിഷമമുണ്ടാക്കുന്ന അധികാരികളെ അല്ലാഹു കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നമ്മളെ മര്യാദ പഠിപ്പിക്കുന്ന അധികാരികളെ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു രാജ്യത്തെ കാക്കുമാറാകട്ടെ, വർഗീയതകളെ തൊട്ട് അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. പ്രശ്നങ്ങളാണ് എവിടെയും അല്ലേ. ചിന്തിക്കേണ്ട പ്രിയം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പോയി. അതുകൊണ്ട് നമ്മൾ മടങ്ങണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് നമ്മൾ മടങ്ങേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്കൊന്ന് മടങ്ങ് ബാപ്പാ. അല്ലാഹുവിന്റെ പള്ളികൾ നിറയട്ടെ. ഇന്ന് കേരളത്തിന്റെ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ NH വഴിയാകട്ടെ MC വഴിയാകട്ടെ നമ്മളൊന്ന് സഞ്ചരിച്ച എത്രയോ പള്ളികളാ. അത് AP സമസ്തയ്ക്ക് പള്ളികളുണ്ട്, സമസ്തയ്ക്ക് പള്ളികളുണ്ട്, സംസ്ഥാനക്ക് പള്ളികളുണ്ട്, എല്ലാ സംഘടനകൾക്കും ഇന്ന് പള്ളികളാ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇന്ന് സംഘടനകൾ ഒരുമിച്ച് നിൽക്കേണ്ട കാലമാ, ഐക്യം ഒരുമപ്പെടേണ്ട കാലമാ. അല്ലാഹുവേ ഈ സമുദായത്തിന് ഈ ഐക്യം തരണയല്ല, ഈ സമുദായത്തിന് ഒരുമിക്കാൻ ഭാഗ്യം തരണയല്ല. പ്രിയമുള്ളവര്, കൊട്ടാര സമാനമായ പള്ളികൾ കാണാ, പക്ഷേ പള്ളികൾ നമസ്കരിക്കാ ഉസ്താദും മുഅദ്ദിനും ഉസ്താദും അല്ലാതെ മറ്റൊരാളില്ല.
നമസ്കാരം ഇന്ന് പുറംകാല് കൊണ്ട് ചവിട്ടിയെറിയുകയാ. അല്ലാഹുവേ, നബി തങ്ങൾ പറയുന്ന സ്വഹാബ, സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിരുന്ന സ്വഭാവ ഗുണം എന്തെന്നറിയോ? എത്ര വലിയ നേട്ടങ്ങൾ കടന്നു വന്നാലും, എത്ര പരീക്ഷണങ്ങൾ കടന്നു വന്നാലും, എത്ര ബുദ്ധിമുട്ട് കടന്നു വന്നാലും അള്ളാനെ മറന്നിട്ടില്ല. അള്ളാന്റെ ദീനിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിട്ടില്ല. ഇതൊന്നാമത്തെ സ്വഭാവ ഗുണമാണെങ്കിൽ ഉപ്പമാരെ പഠിച്ചു വെക്കുക. ഇന്ന് മുതൽ തീരുമാനമെടുക്കുകയാ. അള്ളാഹുവേ, ഇന്നലെ വരെ ജീവിച്ചത് ഞാൻ എങ്ങനെയാ? ഒരുപാട് ഹറാം കണ്ടു അല്ലാ, ഒരുപാട് ഹറാം കേട്ടു അല്ലാ, ഒരുപാട് നമസ്കാരം ഉപേക്ഷിച്ചു അല്ലാ. പടച്ചവനെ, ഞാനിതാ മടങ്ങുകയാ. തൂബൂ ഇലല്ലാഹ്, തൂബൂ ഇലല്ലാഹ്. പടച്ചവനെ, എപ്പ മരിച്ചാൽ സ്വർഗം കണ്ട് മരിക്കണമല്ല എന്ന ആഗ്രഹം എനിക്കുണ്ട് റബ്ബേ. ഈ ഒളയത്തിന്റെ പരിസരത്തുള്ള ഉമ്മമാര് വാപ്പമാര് തീരുമാനമെടുക്കുക. അതിനല്ലാഹു ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തനബി തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്ന സ്വഹാബ, രണ്ടാമത്തെ സ്വഭാവ ഗുണം എന്തെന്നറിയോ? അവിടെയാണ് നമ്മുടെ ചർച്ചാ വിഷയം കടന്നു വരിക. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സ്വഹാബ, മാ അകൽതു വഹദി ശൈആ. മഹദിയായ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചിരുന്നില്ല. അല്ലാഹുവേ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുമായിരുന്നെങ്കിൽ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാൻ തുകയില്ല, വകയില്ല. അരപ്പട്ടിണിക്കാരാ സ്വഹാബത്ത്, മുഴുപട്ടിണിക്കാരാ സ്വഹാബത്ത്. എന്നാലും ഭക്ഷണം കഴിച്ചാ അതിൽ നിന്നൊരംശം പാവപ്പെട്ടവന് കൊടുക്കുമായിരുന്നു എന്താ, സ്വതക്ക കൊടുക്കുമായിരുന്നു എന്താ, സക്കാത്ത് കൊടുക്കുമായിരുന്നു എന്താ. അല്ലാഹുവേ, മസ്ജിദുൻ നബവിയുടെ പരിസരത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്ത് മരിക്കുമ്പോ ഒരു മനുഷ്യൻ കടന്നു വരികയാ. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊരു അതിഥിയാണ് നബിയേ, എനിക്ക് എന്തെങ്കിലും ഭക്ഷണം കിട്ടണം നബിയേ, എനിക്കൊന്ന് താമസിക്കാൻ സൗകര്യം തരണം യാ റസൂലല്ലാഹ്. നബി തങ്ങൾ തന്റെ ഭാര്യമാരുടെ അടുക്കലേക്ക് ദൂതര വിടുകയാ. എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളുണ്ടോ? എല്ലായിടത്തും നിരാശയാ. ആരുടെ ചരിത്രമാണ് പറയുന്നത് വാപ്പാ? മദീനയുടെ രാജാവിന്റെ ചരിത്രമാ, ലോകത്തിന്റെ നായകന്റെ ചരിത്രമാ. വീട്ടിലൊരാൾക്ക് കൊടുക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്നില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് ആരാണെന്ന് ചോദിച്ച അത് ഫലസ്തീനിലെ ഗസയുടെ മക്കളല്ല. ആരെന്നറിയോ? ഗസയുടെ മക്കളുടെ നേതാവ്, നമ്മുടെ നേതാവ്, മദീനയുടെ മന്ദമാരുതനെ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പട്ടിണി കിടന്ന ദിവസങ്ങൾക്ക് കണക്കില്ല. ഇന്നൊരു നേരത്തെ ഭക്ഷണത്തിന് നമുക്കല്ലില്ലല്ലോ, അലട്ടലില്ലല്ലോ. നമ്മുടെ മക്കള് ദാരിദ്ര്യം അറിയുന്നില്ല, ഭക്ഷണത്തിന്റെ വില അറിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന് സങ്കടമാവുകയാ. ചോദിക്കുന്ന സ്വഹാബ, ആരാണ് ഈ മനുഷ്യന് ഭക്ഷണം കൊടുക്കുക? ആരാണ് ഈ മനുഷ്യന് കിടക്ക കൊടുക്കുക? അല്ലാഹുവേ, അല്ലാഹുവേ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഓരോരുത്തരോടും ഇത് ചോദിക്കുമ്പോ, അല്ലാഹുവേ, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് സന്തോഷമായി. മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനുമായി വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. നോക്കുമ്പോഴോ മഹദിയായ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ പടിവാതിക്കൽ കാത്തു നിൽക്കുകയാ. കൂടെ ഒരാളുണ്ട് എന്നറിഞ്ഞപ്പോ വാതിലിന്റെ പുറകിലേക്ക് മാറി നിൽക്കുകയാ. അതിഥിയെ കൊണ്ടുവന്ന് മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഇരുത്തുകയാ. എന്നിട്ട് അകത്തേക്ക് കയറുകയാ. എന്നിട്ട് പറയുന്നു, ഉമ്മു സുലൈമേ, അല്ലാഹുവിന്റെ പറഞ്ഞു വിട്ടത്. അങ്ങനെ ചോദിച്ചപ്പോ എന്റെ മനസ്സ് കൈ ഉയർത്താതിരിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് പറയുമ്പോ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ അല്ലാഹുവേ, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, തങ്ങളെ, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്?
ആകെയുള്ളത് നമ്മുടെ മകന് വേണ്ടി ഉണ്ടാക്കിയ ചില ഭക്ഷണങ്ങളാ. നമ്മുടെ മകനാകുന്ന അനസ് റളിയല്ലാഹു അൻഹു ഇല്ലേ, ഒന്നല്ല രണ്ടല്ല 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ മക്കളിൽ നിന്ന് പട്ടിണി അറിയുന്നുണ്ടോ? നമ്മുടെ മക്കളിൽ നിന്ന് വിശപ്പറിയുന്നുണ്ടോ? രാവിലെ ഇഷ്ടമുള്ള ഭക്ഷണമാ, വൈകുന്നേരം വാരിക്കോരി കഴിക്കാൻ ഭക്ഷണമാ, രാത്രിയും ഭക്ഷണമാ. നമ്മുടെ വീടിന്റെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ എത്രയോ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ പാഴാക്കി കളയുന്നത്. കണക്കുണ്ട് വാപ്പാ പെങ്ങള്. അതിനൊക്കെ നാളെ പടച്ചവന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ മകനെ തട്ടി വിളിക്കുകയാ. അനസ് തങ്ങളെ വിളിക്കുകയാണ്, മോനെ വാപ്പയൊരാളെ കൊണ്ടുവന്നിരിക്കുകയാ, ഇവിടെ ആകെയുള്ളത് നിനക്കുള്ള ഭക്ഷണമാണ്, അതുകൊണ്ട് 1-2 ദിവസമായി നീ ഭക്ഷണം കഴിച്ചിട്ടെന്നറിയാ. എന്നാലും വാപ്പാന്റെ അതിഥിയം ഈ നാണം കെടുത്തല്ല. ഉമ്മയൊരു കാര്യം പറയാ, മനസ്സ് തുറന്നൊന്ന് കേൾക്കുവാപ്പാ. സ്വർഗത്തിൽ ആദ്യമായി കേട്ട ചവിട്ടടിയുടെ ഉടമയായ മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാ. മഹദി മകനോട് പറയുന്നു, മോനെ ഉള്ള ഭക്ഷണം ഞാൻ വിളമ്പുകയാ, നീയും വാപ്പായും അതിഥിയും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുക. പാത്രത്തിലേക്ക് നിങ്ങൾ കൈയിടുമ്പോ നിന്റെ കാലുകൊണ്ടാ വിളക്കൊന്ന് തട്ടിക്കമഴ്ത്തുവോ, അങ്ങനെ വീടാകെ ഇരുട്ടാകുമല്ലോ. ഇരുട്ടിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ ഒന്ന് അഭിനയിക്കുവോ. അല്ലാഹുവേ, അതിഥി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ ഉമ്മ വിളക്ക് തെളിയിക്ക. 1 2 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ വിശന്ന് തളർന്ന് കിടന്നുറങ്ങുന്നൊരു മകനോട് ഒരു ഉമ്മ പറയുമ്പോ, നമ്മുടെ വീട്ടിലും മക്കളുണ്ടല്ലോ, രാവിലത്തെ മകൻ ഇഷ്ടമില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കിയാൽ വീട്ടിൽ പിന്നെ വല്ലാത്ത ബഹളമാണല്ലോ. ഉച്ചക്കത്തെ ചോറിനോടൊപ്പം മകൻ ഇഷ്ടമില്ലാത്ത കറിയാണ് ഉണ്ടാക്കിയതെങ്കിൽ അവിടെ വല്ലാത്ത പ്രശ്നമാണല്ലോ. വൈകുന്നേരം വാപ്പാന് ഭക്ഷണത്തിന്റെ കൂടെ വാപ്പ പറഞ്ഞ കറിയില്ലെങ്കിൽ വീട്ടിൽ നമ്മൾ വഴക്കുണ്ടാക്കൂലേ? ഇതാരുടെ ചരിത്രമാ? നമുക്ക് മുന്നേ നടന്നുപോയ മഹാന്മാരുടെ ചരിത്രമാ. അവര് പോകുന്ന ഉമ്മു സുലൈം പോയ, അബൂ ത്വൽഹ പോയ, അനസ് തങ്ങൾ പോയ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവര് പോയ സ്വർഗത്തിലാണ് ഒളയത്തെ വാപ്പാക്ക് പോകാനുള്ളത്, ഒളയത്തെ ഉമ്മമാർക്ക് പോകാനുള്ളത്. പ്രിയമുള്ളവരെ, ഭക്ഷണം വിളമ്പുകയാ. ഉമ്മ പറഞ്ഞതുപോലെ അനസ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോ ഇരുട്ടാക്കുകയാ. അതിഥിയതാ ഭക്ഷണം കഴിച്ചു. പിറ്റന്ന സുബഹിന്റെ ബാങ്ക് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പള്ളി മിനാരത്തിൽ നിന്ന് മുഴങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിപ്പിക്കുകയാണ് അബൂ ത്വൽഹയെ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂ ത്വൽഹ, നിങ്ങളെ കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്തിരിക്കുകയാ, അല്ലാഹുവിന്റെ അർശ് പോലും വിറച്ചിരിക്കുകയാ, അല്ലാഹു വല്ലാത്ത സന്തോഷമായിരിക്കുകയാ എന്ന് പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തന്ന സമ്പത്തുണ്ടല്ലോ, അത് പാവപ്പെട്ടവർക്കുള്ള വിഹിതമാ, അത് നമ്മുടെ ഔദാര്യമല്ല, അത് നമ്മുടെ നിർബന്ധമായ ബാധ്യതയാ. അല്ലാഹുവേ, നമ്മൾ ഉണ്ടാക്കിയ സമ്പത്തെന്ന് അഹങ്കരിക്കല്ലേ, ഇത് ഞാനുണ്ടാക്കിയ സമ്പത്താണല്ലോ, എന്റെ അധ്വാനമാണല്ലോ എന്ന് നമ്മൾ പറയല്ലേ വാപ്പാ. ഇത് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തന്ന അമാനത്താ, നമ്മുടെ സൂക്ഷിപ്പ് സ്വത്താ. നമ്മുടെ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചില്ല എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സ്വഹാബ, അത് നരകത്തിന്റെ വിറക് കൊള്ളിയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറയാണ്, നിങ്ങളുടെ സമ്പത്ത് അത് അല്ലാഹ് നിങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്, നിങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ പറയും, എന്റെ സമ്പത്താണ് ഉസ്താദെ, ഞാൻ കഷ്ടപ്പെട്ട് ഗൾഫിൽ പോയി കിടന്നുണ്ടാക്കിയ സമ്പത്താ, അതെങ്ങനെ എഡിറ്റിംഗ് കൊടുക്കുക, എങ്ങനെയാണ് പള്ളി കൊടുക്കുക? പറ്റൂല. വിയർപ്പന്റെ അധ്വാനം അറിഞ്ഞവരാ. ആരാ തന്നത്? അള്ളയാണ് സമ്പത്ത് തന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വആതൂഹു മിൻ മാലില്ലാഹില്ലദി ആതാക്കും. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ അധ്വാനിച്ചതല്ല, അത് അല്ലാഹു തന്ന മുതൽക്കൂട്ടാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നബി തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ച, സ്വഹാബ, നിങ്ങൾക്ക് ആയുസ്സിൽ ബറക്കത്തുണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടോ? ഈ ഉളയത്തുള്ള വാപ്പമാരെ, നിങ്ങൾക്ക് ദീർഘായുസ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു മരുന്ന് നിങ്ങൾ കഴിക്കണ്ട,
ഒരു മരുന്ന് നിങ്ങൾ കഴിക്കേണ്ട, ഒരൊറ്റ മരുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ആയുസ്സിൽ ബറക്കത്തുണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടോ? ബറക്കത്ത് എന്ന് പറഞ്ഞാൽ വെറുതെ 50-60 കൊല്ലം ജീവിച്ചിട്ട് കാര്യമില്ല. ആ ജീവിക്കുന്ന സമയം അള്ളാഹിന് പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. വെറുതെ 80 കൊല്ലം ജീവിച്ചു, ഒരൊറ്റ വഖത്ത് നിസ്കരിച്ചിട്ടില്ല, എന്താ കാര്യം? 50 കൊല്ലം ജീവിച്ചിരുന്നോളൂ, കൃത്യമായി നിസ്കരിച്ചു, അവിടെയാണ് ബറക്കത്ത്. നബി തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, ആഗ്രഹമുണ്ട്. അവിടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളുടെ ചരിത്രം പറഞ്ഞു തരിക. നമ്മുടെ സമ്പത്ത് അത് അള്ളാഹിന്റെ മാർഗത്തിലേക്ക് ചിലവഴിക്കാനുള്ള ഏറ്റവും വലിയ അഭികാമ്യമായ അള്ളാഹു നമ്മലേക്ക് തന്ന മുതൽ മുടക്കാണ്. അള്ളാഹു അങ്ങനെ ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ഉള്ളപ്പോ അള്ളാഹിന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ കഴിയണം. ഞാനൊരു വലിയ പിരിവിന് വേണ്ടി ഇത് പറയുന്നൊന്നുമല്ല, വിഷയത്തിലേക്കൊന്ന് പോയി ഒന്ന് വിഷയങ്ങൾ പറഞ്ഞ് പരിസമാപ്തി കുറിക്കണം എന്ന ചിന്തയോടെ പറയുകയാണ്. അള്ളാഹു നമുക്ക് നല്ലത് പഠിക്കാനും നല്ലത് പകർത്താനും തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ ഒരു കച്ചവടത്തിന് വേണ്ടി പോയപ്പോ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വലിയ കോടീശ്വരനാ. നബിതങ്ങളുടെ അടുക്കലേക്ക് ആ കച്ചവടത്തിന് വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളുടെ അവസാന യാത്രയാ, ഇനി മടങ്ങി വരൂ. സുബ്ഹാനല്ലാഹ്. നബിതങ്ങളുടെ മുന്നിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ ഇനി മടങ്ങി വരൂല, ഇത് അവസാന യാത്രയാ, ഈ യാത്രയിൽ മഹാന്റെ വഫാത്ത് ഉണ്ടാകും. നബിതങ്ങൾക്ക് വലിയ സങ്കടമായി. നബിതങ്ങൾ പറഞ്ഞില്ല, നബിതങ്ങൾ ഒന്നും പറഞ്ഞില്ല, മനസ്സിൽ വല്ലാത്ത സങ്കടയോടെ ദുആ ചെയ്തു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ മടങ്ങിപ്പോയി. ഇത്ര ദിവസമേ ഉണ്ടാകുള്ളൂ എന്നാ പറഞ്ഞേ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ മടങ്ങി വന്നു മദീനയിലേക്ക്. നബി തങ്ങൾ അത്ഭുതമായി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഏതാനും ദിവസങ്ങളേ ഉണ്ടാവുള്ളൂ എന്നാ. പക്ഷേ ഒരാപത്തുമില്ലാതെ, ഒരു അപകടവുമില്ലാതെ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ കടന്നു വന്നപ്പോൾ നബി തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമായി. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളോട് നബി തങ്ങൾ ചോദിച്ചു, അബ്ദുറഹ്മാൻ, ഈ യാത്രയുടെ വിശേഷം എന്താ? ഒന്നും മനസ്സിൽ വെക്കാണ്, ഒന്നും തുറന്നു പറഞ്ഞില്ല. ചോദിച്ചു, നിന്റെ യാത്രയുടെ വിശേഷങ്ങൾ പറയും, എന്തെങ്കിലും സംഭവങ്ങൾ നടന്നോ? മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ പറയുന്നു, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബേ, ഞാനും എന്റെ സുഹൃത്തുക്കളും ഇങ്ങനെ സഞ്ചരിച്ച് മരുഭൂമിയുടെ പരിസരത്തോട് സഞ്ചരിക്കുമ്പോ ഞങ്ങളിലുണ്ടായിരുന്ന ഭക്ഷണങ്ങളെല്ലാം തീരുകയാ, ഞങ്ങൾക്ക് വിശപ്പ് വല്ലാതെ അനുഭവപ്പെടുകയാ. കുറച്ച് ധാന്യങ്ങൾ ഉണ്ടായിരുന്നു നബിയേ. കുറച്ചുകൂടി സഞ്ചരിച്ചപ്പോ നമ്മൾ സഞ്ചരിക്കുന്ന വീട് യാത്രയുടെ തൊട്ടടുത്തൊരു വീട് കാണുകയോ. അവിടേക്ക് ഞങ്ങൾ കടന്നു ചെന്നു. അവിടെ പ്രായമുള്ളൊരു വല്യുമ്മയുണ്ടായിരുന്നു, ഒരു ഉമ്മാമയുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞുമ്മ, ഞങ്ങൾ മുത്ത് ഹബീബിന്റെ സ്വഹാബികളാ, യാത്രക്കാരാ, ഞങ്ങൾക്ക് വല്ലാതെ വിശക്കുകയാ. ഉമ്മ പറയുന്നു, മോനെ, ഇവിടെ ഭക്ഷണങ്ങളില്ല, ഞങ്ങൾ പട്ടിണിയാണ്, ഞങ്ങൾ ഇവിടെ പരിവട്ടത്തിൽ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ പറയുന്നു, ഉമ്മ, ഞങ്ങളുടെ കയ്യിൽ ധാന്യമുണ്ട്, അത് വെച്ച് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി തന്നാ മതി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ ധാന്യം കൊടുക്കുകയാ. അല്ലാഹുവേ, വേഗത്തിൽ തന്നെ ഭക്ഷണങ്ങൾ തയ്യാറാക്കി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും ആളുകൾക്ക് ഭക്ഷണം നിങ്ങൾ എങ്ങനെയാണ് ഒറ്റയ്ക്കുണ്ടാക്കിയത്? അത്ഭുതമാണല്ലോ, നിങ്ങളുടെ പ്രായം ഒരുപാട് അധികരിച്ച ഉമ്മയാണല്ലോ, ആരോഗ്യം അങ്ങനെ ചെയ്യാൻ മുതിരുന്നില്ല. ഉടൻ തന്നെ വീടിനകത്ത് നിന്ന ഉമ്മ പറയുന്നു, തങ്ങളെ, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ വീട്ടിൽ 2 മക്കളുണ്ട്. ആ മക്കള് യതീമീങ്ങളാ, വിവാഹ പ്രായമെത്തിയ മക്കളാ, വിവാഹം കഴിപ്പിച്ചയക്കാനൊന്നുമില്ല. ഞങ്ങൾ പാവപ്പെട്ടവരാ, ഞങ്ങൾ സമ്പത്തില്ലാത്തവരാ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിയുകയാ. എന്നിട്ട് കൂടെയുള്ള സ്വഹാബികളോട് ചോദിക്കുന്ന, സ്വഹാബ, ആരുണ്ട് ഈ മക്കളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുള്ളതാരാ? അവർക്ക് എന്റെ കച്ചവട ലാഭത്തിൽ നിന്ന് ഞാൻ ഔദാര്യമായി തരുന്നതാ, ഞാൻ സമ്മാനമായി തരുന്നതാ. ചരിത്രത്തിൽ കാണാ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളുടെ കച്ചവട സംഘത്തിൽപ്പെട്ട 2 സ്വഹാബികളതാ വിവാഹം കഴിക്കുകയാ. അല്ലാഹുവേ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളുടെ സമ്പത്ത് കൊടുക്കുകയാ. ഇതങ്ങ് പറയുമ്പോ, അല്ലാഹുവേ,
വനാദാ മുനാദിൻ മിൻ ഖിബലിർ റഹ്മാ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുന്ന മാലാഖ വിളിച്ചു പറയുന്ന നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബേ. ആ ഒരു സ്വഭാവ ഗുണമാണ് നബിയേ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾക്ക് ആയുസ് വർദ്ധിപ്പിച്ചതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സമ്പത്ത് അത് അള്ളാന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എല്ലാം കൊടുത്തു. സമ്പത്ത് മാത്രമല്ല, സ്വന്തം മകനെ പോലും അള്ളാഹിന് വേണ്ടി ചിലവഴിച്ചു. അള്ളാന്റെ റസൂലിന് സമ്മാനമായി കൊടുത്തു. മുത്തനബി തങ്ങളും മദീനയിലേക്ക് വന്നവരാണ്. എല്ലാവരും ഇങ്ങനെ കാത്തു നിന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, സ്വലാത്തിന് പവർ കുറഞ്ഞ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ. മണിമുത്ത് നൂറൊളിവേ മദ്ഹോദി ഞാൻ നിലാവേ, മാനസം തൊയ്ബാവിൽ ചേർത്തിവൻ പാടി നേതാവേ, എന്നെ മാദിഹീങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ. തിങ്കളെ ഞാൻ കണ്ടതില്ല, തങ്കമുഖമാൽ വന്നതില്ല, തങ്ങളെ ഞാനെന്ന് കാണും കാലമറിയില്ല, എന്നിൽ മോഹം മാത്രം തീർത്തിടാനായി ഏറെ ശിഫയില്ല. മദീനയുടെ മന്ദമാരുതരേ നബി മുഹമ്മദ് മുസ്തഫ, മക്കയുടെ മിലാവേ നബി മുഹമ്മദ് മുസ്തഫ. കഷണം കഷണമായി മുറിക്കപ്പെട്ടാലും ഞങ്ങളുടെ ഹൃദയം ചെന്ന് ചേരാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ പ്രേമഭാജനമേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.